കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന പകൽ നമുക്ക് ദൈവത്തിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവദിനത്തിൽ ചിന്തിക്കാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇൻ ദി ബിഗിനിങ് വാസ് ദ വേർഡ്. അപ്പൊ ഇവിടെ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനം, വേർഡ്. ഇൻ ദി ബിഗിനിങ് ദർ വാസ് വേർഡ്. വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നു. ഉൽപ്പത്തി ആരംഭിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വായിക്കാം. 1-ാമത്തെ അധ്യായം, ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ഇവിടെ ഈ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന 1-ാം വാക്യവും 3-ാം വാക്യത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞതിനും ഇടയിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ അകൽച്ചയുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ അകൽച്ചയുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പഠിക്കുന്നതനുസരിച്ച് മനുഷ്യജീവന്, ബൈബിൾ ചരിത്രം പറയുന്നതനുസരിച്ച് 6000 വർഷത്തെ മനുഷ്യജീവന്റെ പഴക്കമാണ് ബൈബിൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ പേർഷ്യൻ സംസ്കാരമൊക്കെ അതിനേക്കാളും അപ്പുറം വർഷം, യേശുക്രിസ്തുവിന് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിനും ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന സൃഷ്ടി വിവരണത്തിനും ഇടയിൽ വലിയൊരു 1000 ഇയേഴ്സ് ഓഫ് ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചരിത്രത്തിൽ പറയുന്നതനുസരിച്ച് 10,000 വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ പക്ഷേ ബൈബിൾ പഠിച്ചാൽ 6000 വർഷത്തെ പഴക്കമാണ് മനുഷ്യജീവൻ അല്ലെങ്കിൽ സൃഷ്ടിക്കുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ്? അപ്പൊ ഇവിടെ നമുക്ക് ഒരു ബുക്ക് ഓഫ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 14-ാം അധ്യായത്തില്, ഹല്ലേലൂയ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ചിലർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത് ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം. അപ്പോ അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു എന്ന് പറഞ്ഞ് അവനെ കുറിച്ച് പറഞ്ഞു വരിക. അതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നത്, പിശാച് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ കയറും. അപ്പോഴ് ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ, ഇൻ ദ ബിഗിനിങ് മുതൽ തന്നെ മൂന്ന് വിധത്തിലുള്ള ട്രൂപ്പുണ്ട് ഏഞ്ചൽസിൽ. ഒന്ന് വർഷിപ്പ്, ആരാധിക്കുന്നവർ. 2 ഫൈറ്റിംഗ്. തേർഡ് വൺ എന്ന് പറയുന്നത് മെസ്സഞ്ചേഴ്സ്, സന്ദേശം അറിയിക്കുന്നവർ, യുദ്ധം ചെയ്യുന്നവർ, ആരാധിക്കുന്ന. 3 കൂട്ടമുണ്ട്. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിന്റെ വർഷിപ്പിംഗ് ടീമിന്റെ ലീഡറാണ് ആര്? ലൂസിഫർ എന്ന് പറഞ്ഞ ലൈറ്റ് ഹോൾഡർ എന്നർത്ഥം. അതുപോലെ തന്നെ വർഷിപ്പ് ടീമിന്റെ യുദ്ധം ചെയ്യുന്ന ആളുടെ പ്രധാനപ്പെട്ട ആളാണ് ആര്? മിഖായേൽ. എന്നാൽ സന്ദേശങ്ങൾ അറിയിക്കുന്ന ആളാണ് ആര്? ഗബ്രിയേൽ. അപ്പൊ ഈ 3 വിങ് ഉണ്ട്. ഈ 3 വിങ്ങില് ഈ ഗബ്രിയേൽ എന്ന് പറയുന്ന ദൂതനും മെസ്സേജുകൾ എല്ലായിടത്തും, അപ്പോ എപ്പോഴും വർക്കിംഗ്. ആ ഒരു ഗ്രൂപ്പ് എപ്പോഴും ആക്റ്റീവാണ്. അതുപോലെ തന്നെ മിഖായേലിന്റെ ഗ്രൂപ്പ് ഫൈറ്റ്. അപ്പൊ സാത്താൻ വീഴുന്നതിന് മുമ്പ്, ഈ ലൂസിഫർ താഴെ വീഴുന്നതിന് മുമ്പ് ഫൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അന്ന് ഫൈറ്റ് ഇല്ല. അപ്പം ഈ മിഖായേലിന്റെ പണി എന്ന് വെച്ചാൽ, മിഖായേൽ ദൂതന്റെ ആ ഗ്രൂപ്പിന്റെ പണി എന്താന്ന് വെച്ചാൽ കാര്യങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദൈവം പറയുന്നതിനെ അതിന്റെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നവരായിരുന്നു അവര്. അപ്പൊ ഈ 3 ഗ്രൂപ്പിൽ ഇവര് 3 പേരും എന്താണെന്ന് വെച്ചാൽ മാറി നടക്കുന്നത്. 2 പേരും എപ്പോഴും സ്വർഗത്തിലല്ല, പക്ഷെ ഈ വർഷിപ്പ് ടീം എപ്പോഴും എവിടെ തന്നെയാണ്?
സ്വർഗത്തിൽ തന്നെയാണ്. അപ്പൊ ഈ ലൂസിഫറിന്റെ അകത്ത് ഉണ്ടായ ചിന്തയെ കുറിച്ചാണ് 13ഉം 14ഉം വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അവൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ കയറും, സിംഹാസനത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങളുടെ മീതെ എന്നെ കൂടുവെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന കൂടാരത്തിലും ഇരുന്നള്ളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് അവൻ പറഞ്ഞു, ഹൃദയത്തിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ സംഭവിച്ച കാര്യമാണ് 12ാം വാക്യത്തിൽ പറയുന്നത്. ആകാശത്തിൽ നിന്ന് അവനെ തട്ടി താഴെയിട്ടു, അവൻ താഴെ വീണു. എന്നാൽ നമുക്ക് ഇതെല്ലാം എഴുതിയത് എപ്പോഴാ? ഉൽപ്പത്തി പുസ്തകം എഴുതുന്നതിന് മുമ്പ് നടന്ന കാര്യമാണ് ഈ അരുണോദയപുത്രനായ ശുക്രൻ താഴെ വീണത്. അതിനുശേഷം അപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ സാത്താനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? 3-ാം അധ്യായത്തില് അല്ലേ? സർപ്പം തന്ത്രമുള്ളവനായിരുന്നു. അപ്പൊ അതിന് മുമ്പേ തന്നെ പിശാചിനെ ദൈവം എന്ത് ചെയ്തു? തള്ളി താഴെയിട്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, നമുക്ക് 17ഉം 18ഉം വാക്യങ്ങളെ വായിക്കുമ്പോ യെശയ്യാവിന് തന്നെ ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28ാം അധ്യായത്തില് 12, 13, 14, 15, 19 വാക്യങ്ങളിൽ അവിടെയും ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 14ാം അധ്യായത്തിന്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്ത് ലൂസിഫറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലങ്ങളെ മരുഭൂമിയിലാക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയും, തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് പറയും. ജാതികളുടെ സകല രാജാക്കന്മാരും ഒട്ടൊഴിയാതെ താൻ താങ്കളുടെ ഭവനത്തിന് മഹത്വത്തിൽ കിടന്നുറങ്ങുന്നു. അപ്പോഴ് ഈ ഉൽപ്പത്തി പുസ്തകം 2ാം അധ്യായത്തിൽ അല്ലെ 1ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ജാതികളുണ്ടായിരുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആരുണ്ടായിരുന്നു? ജാതികളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ അവിടെ ദൈവം ഈ ഉൽപ്പത്തി വിവരണം നിങ്ങൾ ശരിക്കും പഠിച്ച മലയാള പരിഭാഷയിൽ അത് ശരിക്കും മനസ്സിലാകത്തില്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, there it be light എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉണ്ടായി വരട്ടെ എന്നല്ല, മറഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ടു വരട്ടെ എന്ന അർത്ഥം. അപ്പോ ദൈവം ആദ്യത്തെ ദിവസം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിക്കുകയല്ല, ഇല്ലാത്തതിനെ സൃഷ്ടിച്ചതല്ല, ഉണ്ടായിട്ടും മറഞ്ഞു പോയതിനെ തിരിച്ചു വിളിക്കുകയായിരുന്നു. വൃക്ഷങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്നു, ചന്ദ്രനും സൂര്യൻ അതെല്ലാം മുന്നേ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പാഴും ശൂന്യമാക്കി ആര്? അരുണോദയപുത്രനായ ശുക്രൻ. അപ്പൊ പിശാചിനെ താഴേക്കിട്ടു, അവൻ ഈ ഭൂമിയെ പാഴും ശൂന്യമാക്കി. അപ്പോൾ അന്നത്തെ കാലത്ത് മനുഷ്യരുണ്ടായിരുന്നു. അപ്പൊ ഈ നമ്മളിപ്പോ കേൾക്കുന്നില്ലേ ഈ എവല്യൂഷണറി തിയറി, അതായത് പരിണാമ സിദ്ധാന്തം. ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു ചെറിയ തെറ്റുപറ്റിയതാ. അതായത് മനുഷ്യനെ പോലെ തന്നെ പ്രവൃത്തികൾ ചെയ്യാൻ പ്രാപ്തിയുള്ള മനുഷ്യ ജീവികൾ ആദമിന് മുമ്പ് ഉണ്ടായിരുന്നു ലോകത്ത്. സയൻസിൽ അത് പഠിക്കാൻ പറ്റും. അപ്പൊ അതിനു മുമ്പേ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ രൂപത്തിലുണ്ടായിരുന്നവൻ, അവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. മനുഷ്യൻ മൃഗത്തിന് ഈക്വൽ ആയിരുന്നു. അതുകൊണ്ടാണ് പരിണാമ സിദ്ധാന്തത്തിന് കൂടുതൽ പ്രായോഗികത ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഉണ്ടാകാൻ കാരണം. കാരണം അവർ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ആദമിനെ പോലെ തന്നെ രൂപഭാവമുള്ള ഒരു ജീവി മുൻപേ ഉണ്ടായിരുന്നു. അവന് മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ ഇത് തിയോളജി ക്ലാസ് അല്ല കേട്ടോ, ഇത് മെസ്സേജ് പറഞ്ഞു അവസാനം വരുമ്പം ഒരു സ്പിരിച്വൽ ക്ലാസ് ആയിട്ട് തന്നെ മാറും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ ഇത് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ അവിടെ ഇതെന്താന്ന് ഇത് പറയുന്നത് എന്നാന്ന് പറയുന്നത്, നമ്മുടെ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, 100 കണക്കിന് ചോദ്യങ്ങൾ തലയ്ക്കകത്ത് കയറുന്നവര്, അവർക്ക് ചില ചോദ്യങ്ങളുടെ മറുപടിയും കൂടെ അതിനകത്ത് വരുന്നു. അപ്പൊ അങ്ങനെ ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ആദിയിൽ ഉണ്ടായിരുന്ന മനുഷ്യനെ ദൈവപുത്രന്മാരത് വിളിച്ചോണ്ടിരുന്നത്. കാരണം എന്നാന്ന് വെച്ചാല് അവർക്ക് എന്തില്ലെന്നറിയാമോ? ദൈവത്തിന്റെ സാദൃശ്യമില്ല, ദൈവത്തിന്റെ സ്വരൂപമില്ല. അതായത് നമുക്ക് വായിക്കാം സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 23-ാം വാക്യം. സഭാപ്രസംഗം 3:23.
സഭാപ്രസംഗം 3:23. ഓക്കെ, സോറി, 21. മനുഷ്യന്റെ ആത്മാവ് മേലോട്ട് പോകുന്നു, മൃഗങ്ങളുടെ ആത്മാവ്. ആരുടെ ആത്മാവ്? എക്ലീസിയാസ് 3:21. അപ്പൊ അവിടെ പറയുന്നത് മനുഷ്യന്റെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ, മൃഗങ്ങളുടെ ആത്മാവ് the spirit of the beast. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൃഗങ്ങൾക്കും എന്തുണ്ട്? സ്പിരിറ്റ് ഉണ്ട്. മൃഗങ്ങൾക്ക് എന്തുണ്ട്? സ്പിരിറ്റ് ഉണ്ട്. നിങ്ങളിത് തിരിച്ചറിയണേ. മൃഗങ്ങൾക്കും എന്തുണ്ട്? സ്പിരിറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മനുഷ്യന് മാത്രമേ സോൾ ഉള്ളൂ. സോൾ, ചിന്തിക്കാനുള്ള പ്രാപ്തി, കാര്യങ്ങളെ പഠിക്കാനുള്ള പ്രാപ്തി ആർക്കേ ഉള്ളൂ? മനുഷ്യന് മാത്രം. അപ്പോ ആദമിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യൻ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഈ ആറ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെ പറഞ്ഞിരിക്കുന്ന സൃഷ്ടി വിവരണത്തെ നിങ്ങൾ പഠിച്ചാൽ അവിടെ 6 ദിവസം മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് വരെയുള്ള സമയത്ത് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. There it be light. It be light. അപ്പം എന്താണ് മറഞ്ഞിരുന്നത്? ഉണ്ടായി വരട്ടെ. മറഞ്ഞിരുന്നത് വെളിപ്പെട്ടു വരട്ടെ. അപ്പോൾ മനുഷ്യൻ വരെയുള്ളതിനെ ദൈവം വിളിച്ചു വരുത്തി, അത് ഉണ്ടായി. അതായത് മറഞ്ഞിരുന്നത് വെളിപ്പെട്ടു വന്നു എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നതും നശിച്ചു പോയതുമായത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ദൈവ സാദൃശ്യത്തിലുള്ള മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നില്ല, അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവനെ മാത്രം ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ആദമിന് ഈക്വലായ മനുഷ്യ, ഹ്യൂമൻ നേച്ചർ, ഹ്യൂമൻ ബീയിങ് അതിനു മുമ്പ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവനെ മാത്രം ഉണ്ടാക്കി സൃഷ്ടിച്ചു എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പൊ ആ ആദമിനുണ്ടായിരുന്ന പ്രത്യേകതയാണ് എന്താണ്? തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്തുണ്ടെന്നറിയാമോ? ത്രീ പേഴ്സണാലിറ്റി എന്നല്ല, 3 നേച്ചർ ഉണ്ടെന്ന് പറയാം. ഒന്ന് ഫാദർ, 2 സൺ, 3rd one is സ്പിരിറ്റ്. സ്പിരിറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേറ്റിംഗ് സെന്റർ. Father God, the Father is decision center, Son is the action center. Communicating center, action center, decision center. നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കിക്കേ, നമ്മളിത് 3 ചെയ്യുമ്പോഴല്ലേ ഒരു ആക്ഷൻ പൂർത്തിയാകുന്നത്? ഡിസൈഡ് ചെയ്യും നമ്മുടെ മൈൻഡിൽ. ആ മൈൻഡിൽ നിന്ന് ബോഡിയിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആക്ട് ചെയ്യുമ്പോഴാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. ഡിസിഷൻ സെന്റർ, കമ്മ്യൂണിക്കേറ്റിംഗ് സെന്റർ, action center. Father God is the decision center, Holy Spirit is the communicating center, Son is the action center. അപ്പോ മനുഷ്യനിൽ എന്തില്ലായിരുന്നറിയാവോ? ആദ്യമേ സൃഷ്ടിച്ച ആദമിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യൻ മൃഗതുല്യമായിരുന്നു. അവന് അതായത് വളരെ നീളമുള്ള രോമം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യനിൽ, അതായത് നമുക്കിപ്പോ മനുഷ്യനുള്ളതിനേക്കാളും കട്ടി കൂടിയ സ്കിന്നായിരുന്നു. അവന്റെ നഖങ്ങൾക്ക് കട്ടി കൂടിയതായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ചരിത്രത്തിൽ വെച്ച് സയൻസ് പഠിച്ചിട്ട് അവർ പറഞ്ഞു ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. അവൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ മൃഗങ്ങൾക്ക് ബുദ്ധിയില്ലേ? മൃഗങ്ങൾക്ക് ബുദ്ധി ഉണ്ടല്ലോ അല്ലേ? കുറച്ച് ബുദ്ധിയില്ലേ? അത്യാവശ്യം ബുദ്ധിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സ്പിരിറ്റും ഫ്ലഷും കൂടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സെൻസ് വർക്ക് ചെയ്യും. പക്ഷേ സോൾ ഉള്ള സ്ഥലത്താണ് എന്തുവാ? ഇന്റലക്ച്വൽ വർക്ക് ചെയ്യുന്നത്. അപ്പോ മൃഗങ്ങൾക്ക് എന്തില്ല? ഇന്റലക്ച്വൽ ഇല്ല. ഇന്റലക്ച്വൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇമോഷൻസ് ഇല്ല. അപ്പോ ആദമിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്തില്ല? ഇമോഷൻസ് ഇല്ല. അവരെന്ത് ചെയ്യുന്നറിയാം? അന്നത്തെ കാലത്ത് പട്ടണങ്ങൾ പണിതു.
പക്ഷേ അവൻ അഭിമാനം സൂക്ഷിക്കണമെന്നൊന്നുമില്ല, പണിതു ഇടിച്ചു. കൊച്ചു പിള്ളേർക്ക് നമ്മള് പണ്ടൊക്കെ, നിങ്ങളിപ്പോ ഇവിടെ ആരും അങ്ങനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. പണ്ട് ചിരട്ടയൊക്കെ വെച്ചിട്ട് ഇഡ്ഡലി അപ്പോ ഉണ്ടാക്കി അല്ലേ, എല്ലാം കൂടെ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒറ്റ ചവിട്ട് തീർന്നു. ഈ ഒരു നേച്ചർ ആയിരുന്നു പണ്ട് ആദമിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യ നേച്ചർ. അവൻ എന്തില്ല, ജയിക്കണം. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിനകത്ത് ഈ പിള്ളേര് പരീക്ഷ എഴുതാൻ പോകുന്നതിനേക്കാളും ടെൻഷനിലാണ് പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളെ വിട്ടേച്ച് വീട്ടിൽ നമ്മളിരിക്കുന്നത്, അല്ലേ? എന്താ കാര്യം എന്നറിയോ? ഈ പരീക്ഷയുടെ റിസൾട്ട്, എക്സാമിന്റെ റിസൾട്ട് വന്ന് നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, സിസ്റ്ററെ മോൻ എത്ര മാർക്കുണ്ടെന്ന് കുറെ ചോദ്യം വരും. അതിന്റെ മറുപടി എങ്ങനെ പറയുന്നെന്ന് ഓർത്ത് പേടിയായിപ്പോ. അല്ലാതെ നമ്മുടെ കുഞ്ഞു തോറ്റാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരുടെ അടുത്ത് എന്തോ പറയും. ഈ ഇമോഷൻസ്, ഈ ഒരു ചിന്തയുണ്ടല്ലോ, ഈ അന്ന് ആദമിന് മുമ്പുണ്ടായിരുന്ന തലമുറയ്ക്ക് ഈ ചിന്തയില്ല. പോയാ പോയി വന്നാ വന്നു. കാരണം എന്താ? അവർക്ക് ഇന്റലക്ച്വൽ വർക്ക് ചെയ്യുന്നില്ല. ഇമോഷൻസ് ഉണ്ട്, കാരണം ഇമോഷൻസ് ഇല്ല. അവർക്ക് ചിന്തിക്കാനുള്ള പ്രാപ്തിയുണ്ട്. എന്താ? ബോഡിയും സോളും കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സെൻസ് ഉണ്ട്, അത് മാത്രമേ അവർക്കുള്ളൂ. നമുക്കറിയാലോ, നമ്മുടെ നേരെ ഒരു പട്ടി കടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വടിയെടുത്ത് അടിക്കാനായിട്ട് ഓങ്ങുമ്പോൾ അത് ഓടും. എന്താണെന്നറിയോ? അതിന് ചിന്തിക്കും. എന്താണെന്നറിയോ? ഇനി അടുത്ത് പോയി അടി കിട്ടും, അത് ഓടും. നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കി, ഒരു മൃഗത്തെ നമ്മൾ പഠിപ്പിക്കൊന്നും വേണ്ട. തീയെ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളു മോനെ കൈവലിക്കണമെന്ന് പഠിപ്പിക്കണമല്ലോ. തൊടുന്നതിന് മുമ്പ് തന്നെ അത് കൈവലിക്കും, കാരണം അതിനൊരു സെൻസ് ഉണ്ട്. പക്ഷെ അതിനെന്തില്ല? സോളില്ല. അതിന് സോളില്ല, സോൾ. അപ്പൊ മനുഷ്യരിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? സോൾ. അപ്പോഴ് അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഈ ദൈവം ഭൂമിയെ, പിശാചി ഭൂമിയെ നശിപ്പിച്ച് പാഴും ശൂന്യമാക്കിയ കാലത്ത് ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടിയെ മുഴുവൻ, അതാണ് വചനം പറയുന്നത്, ദൈവം ഇതിനെ നശിപ്പിക്കുന്നുണ്ട്. ലെബനോൻ തോട്ടം പോലെ ആയിരുന്നു എന്നൊക്കെ പറയുന്നില്ലേ? ഇത് പണ്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പൊ ഇത് നശിച്ചു കഴിഞ്ഞപ്പോ അപ്പോഴെന്തുണ്ട്? മറ്റെല്ലാം നശിച്ചു, മറ്റെല്ലാം ഇല്ലാതെയായി. പക്ഷേ അന്നത്തെ ആ മനുഷ്യ നേച്ചറിൽ, മനുഷ്യ ജീവി, അത് മാത്രം ജീവനോടുണ്ട്. അതിങ്ങനെ ലോകത്തുണ്ട്. അത് നിങ്ങൾ സയൻസിൽ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ, കായീന് വൈഫ് വന്നത് ഈ കൂട്ടത്തിൽ നിന്നാ. കായീന് വൈഫ് കിട്ടിയത് എവിടുന്നാ? ഈ കൂട്ടത്തിൽ നിന്ന്. നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകത്തില് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അടുത്ത കാര്യമാണ് 4:14. ആരെങ്കിലും എന്നെ കണ്ട, ചിന്തിച്ചു നോക്കിക്കേ. ഈ വാക്യം നിങ്ങൾ മനസ്സിലാക്കണം. ആദം, ഹവ്വ, കായീൻ, ഹാബേൽ, 4 പേരെ ഉള്ളായിരുന്നു. ആ 4 പേരില് കായീൻ ഹാബേലിനെ കൊന്നു. അപ്പൊ ഇപ്പൊ ആര് മാത്രമേ ഉള്ളൂ? മക്കളിൽ ആര് മാത്രമേ ഉള്ളൂ? കായീൻ മാത്രം. അപ്പൊ ഇവൻ പറയുക, ഞാൻ ഇവിടുന്ന് പോയ ആരെങ്കിലും എന്നെ കണ്ട കൊല്ലുമെന്ന്. ആര് കണ്ടിട്ട് കൊല്ലാന്? ഈ കായീനെ കൊല്ലാനായിട്ട് മനുഷ്യൻ വേണ്ട ഇവിടെ. ഈ കായീൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ കായീനെ കൊല്ലാനായിട്ട് ആരെങ്കിലും വേണ്ട? ആരും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഇവ മരിക്കുന്നേ? ഇവനെ ആരാ കൊല്ലാൻ വരുന്നത്? അവിടെയാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുക, നമ്മുടെ സൂം ലൈവിൽ പങ്കെടുക്കുന്നത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഈ ആഴ്ച കിട്ടും. അപ്പൊ അവിടെ അടുത്തൊരു വാക്യം, 15-ാം വാക്യം. ആരെങ്കിലും കായീനെ കൊന്നാൽ അവൻ 7 ഇരട്ടി പകരം കിട്ടും. അടുത്ത വാക്യം 17-ാം വാക്യം. ഭാര്യയെ പരിഹരിച്ചു. എവിടുന്നാ? 6-ാം അധ്യായം 2-ാം വാക്യം. രണ്ട് 6:2. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരേവരെയും. 4-ാം വാക്യം. മല്ലന്മാരുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാം പറയുന്നത് കേട്ടോ, അക്കാലത്ത് ദൈവം അങ്ങനെ ഒരു മല്ലന്മാരെന്ന് പറഞ്ഞ ആളുകളെ സൃഷ്ടിച്ചായിട്ട് ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ അക്കാലത്ത് എന്തുണ്ടായിരുന്നു? മല്ലന്മാർ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? അതായത് ആ ആഡമിക് പ്രീ ആഡമിക്
ക്രിയേഷനും പ്രീ ആഡമിക് ക്രിയേഷനും ആഡമിക് ക്രിയേഷനും മിക്സ് ആയതാണ് മല്ലന്മാർ, ജയൻസ്. അപ്പൊ ഈ നിങ്ങൾ ചോദിച്ചേക്ക, അങ്ങനെ അതാണ് മല്ലന്മാരെങ്കിൽ അപ്പൊ ആദമിന്റെ കാലത്തോടു കൂടെ അവരെല്ലാം കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നേക്കാം. ചോദ്യങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഉൽപ്പത്തി പുസ്തകം 9:10 ഒരു വാക്യമുണ്ട്. അതിപ്പോ ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ ഞാൻ അതിന്റെ മറുപടി പറഞ്ഞുതരാം. ഉൽപ്പത്തി 9:10 ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് നല്ല തെളിച്ച് ചുമ്മാ പെട്ടെന്ന് വായിക്കരുത്, ഇരുന്നൊന്ന് വായിച്ച് ശ്രദ്ധിച്ച് വായിക്കണമെന്ന് ചോദിക്കണം. അച്ഛാ, ഇത് ഇങ്ങനെ അല്ലല്ലോ ഞാൻ ഇതുവരെ കേട്ടത്, അതിന് വിപരീതമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഒന്ന് വ്യാഖ്യാനിച്ച് തരണം. പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ എന്തുണ്ട് നമുക്ക് വീണ്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു തലമുറയിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലുമുള്ള മനുഷ്യനില്ലാതിരിക്കുന്ന ഒരു കാലം. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, അങ്ങനത്തെ ജീവികൾ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അവർക്ക് ആയുസ് ദൈർഘ്യം കൂടുതലാണ്. നമ്മുടെ ആയുസ് ദൈർഘ്യം കുറയുന്നത് എവിടാന്നറിയോ? എപ്പോഴാണോ സോൾ ആക്റ്റീവ് ആകുന്നത് അപ്പോഴാണ് നമ്മുടെ ആയുസ് ദൈർഘ്യം കുറയുന്നത്, അല്ലേ? ചിന്തിച്ചു നോക്കിക്കേ, പണ്ടൊക്കെ നെഞ്ചിന് വേദന വന്ന ഉടനെ അമ്മമാരും വീട്ടുകാരും ഒക്കെ എന്താ പറയുന്നത്? അത് വല്ല ഗ്യാസിന്റെ ആയിരിക്കും, ഒരു വെളുത്തുള്ളി ചുട്ട്, അല്ലേ? ചെവിക്ക് വേദന വന്ന പണ്ടെന്ത് ചെയ്യും? ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുമായിരുന്നു, വറ്റൽ മുളകിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് വിളക്കിൽ ഇങ്ങനെ ചൂടാക്കിയിട്ട് ചെവിക്കകത്തൊക്കെ ഒഴിക്കുക. അത് കഴിയുമ്പോൾ മാറും. നിങ്ങൾക്ക് വറ്റൽ മുളകൊന്ന് ചോദിച്ചാൽ പോലും എന്താണെന്ന് അറിയത്തില്ല ഇവിടെ ഇരിക്കുന്നവർ. വറ്റൽ മാത്രം അറിയാം. അപ്പൊ ഇത് ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ ചെറിയൊരു വേദന എന്ന് പറഞ്ഞാൽ ചിന്തിക്കും, അറ്റാക്ക് ആണോ? രണ്ടാം ദിവസം വന്നു കഴിഞ്ഞാൽ ഇത് വേറെ എന്താണെന്നറിയാം, അറിവ് കൂടിയപ്പോ ഫിയർ കൂടി. അപ്പൊ ഈ സോൾ, മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത്, മനസ്സ് എപ്പോഴാണോ ജഡത്തോട് ചേർന്ന് നിൽക്കുന്നത് അതിന്റെ പേരാണ് കാർണൽ മൈൻഡ്. ജഡചിന്ത, carnal mind. When your flesh is moving with your soul, that is carnal mind. But when your soul move with your spirit, that is spiritual mind. അപ്പൊ അവിടെ ബുദ്ധിപരമായുള്ള പ്രവർത്തികളെല്ലാം മാറിയിട്ട്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ കണ്ട ഒരു കാലത്ത് നമുക്ക് ഈ നമ്മുടെ ഈ 1896 നിന്നാണ് ആരംഭിച്ച മർത്തോമ മാരാമൺ കൺവെൻഷന്റെ ആദ്യത്തെ പേര് പെന്തക്കോസ്ത കൺവെൻഷൻ ആയിരുന്നു. ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. മാരാമൺ കൺവെൻഷൻ ആദ്യത്തെ കൺവെൻഷന്റെ പേരെന്തായിരുന്നു? പെന്തക്കോസ്റ്റൽ കൺവെൻഷൻ എന്നായിരുന്നു. നമുക്ക് മനുഷ്യന് അറിവ് വന്നപ്പോ എന്ത് ചെയ്തു? ഈ ആത്മീയ കാര്യമെല്ലാം നമുക്ക് എന്തായിട്ട് മാറി? തമാശയായിട്ടും കുറ്റം പറച്ചിലായിട്ടും സീരിയസ് അല്ലായതായിട്ട് മാറി. അപ്പൊ ഇവിടെ മനുഷ്യനിലെ ദൈവം ഈ ഒരു പ്രീ ആഡമിക് ജനറേഷനും ആഡമിക് ജനറേഷനും തമ്മിൽ മിക്സ് ആയപ്പോ ഉണ്ടായതാണ് മല്ലന്മാർ. എന്നാൽ ആ പഴയ കാലത്തുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ മനുഷ്യരായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് സോളില്ല. എന്തില്ല? മനസ്സില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാനുള്ള പ്രാപ്തിയില്ല. ചിന്തിക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് പാപമില്ലായിരുന്നു. ചിന്തിക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്തില്ല? There was no sin. എന്താ കാര്യം? ഇപ്പൊ ദേഷ്യം വരണമെങ്കിൽ എന്ത് വേണം? മനസ്സ് വേണം. അസൂയ വരണം എന്ത് വേണം? മനസ്സ് വേണം. വെറുപ്പ് ഒരാളോട് തോന്നണം എന്ത് വേണം? മനസ്സ് വേണം. ഒരാളെ തെറ്റിദ്ധരിക്കണമെങ്കിൽ മനസ്സ് വേണം. ആ പ്രീ ആഡമിക് ജനറേഷനിൽ മനസ്സുള്ളവരാരുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നോ സിൻ. അവിടെ അതുകൊണ്ട് അവരെ വിളിച്ചിരുന്ന ദൈവപുത്രന്മാരെന്ന. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാർ, മനുഷ്യന്റെ പുത്രിമാരെ. അപ്പൊ ഇവിടെ ഈ ഒരു തലത്തിലെ ബന്ധം ഇത് വളർന്നു വന്ന കാലത്ത് ആ തലമുറയിൽ പ്യുവർ ആയിട്ട് വന്ന അടുത്തൊരു ജനറേഷനാണ് ഹാനോക്ക്. ആ ഹാനോക്കിന്റെ പ്രത്യേകത ആ മിക്സ് ആയ ജനറേഷനിൽ തന്നെ പ്യുവർ ആയിട്ട് നിന്നവൻ. അതുകൊണ്ടാണ് ഹാനോക്ക്. അതുകൊണ്ട് നോഹയെ കുറിച്ച് പറയുന്നത് തന്റെ പാരമ്പര്യത്തിൽ നീതിമാൻ, തന്റെ തലമുറയിൽ നീതിമാൻ. എന്താണെന്ന് പറയാം, അവൻ പ്യുവർ ജനറേഷൻ ആയിരുന്നു.
അപ്പൊ അവിടെ നിങ്ങൾ ചിന്തിക്കണം, അവിടെ ആദമിക് ജനറേഷനിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്താണ് ഹാനോക്കിന്റെ ജനറേഷനിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്താണ് നോഹയുടെ ജനറേഷനിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്താണ് അബ്രഹാമിന്റെ ജനറേഷനിൽ ഫിൽട്ടർ ചെയ്തെടുത്താണ് ഡേവിഡിന്റെ ജനറേഷനിൽ ഫിൽട്ടർ ചെയ്ത് വന്നവനാണ് ക്രൈസ്റ്റ്. ആ ക്രൈസ്റ്റിൽ നിന്ന് ഫിൽട്ടറായി വന്നവരാണ് നിങ്ങളും ഞാനും. അപ്പോഴ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഇപ്പോ അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് ജനറേഷനായിട്ട് കണക്ട് ആകുന്നത്. അപ്പൊ ആ കാലത്ത് അവർ പണിത കൊട്ടാരങ്ങളെയൊക്കെ അവിടെ എല്ലാം തകർത്തു കളഞ്ഞതിനെ കുറിച്ചാണ് യേശയ്യാവിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം 17, 18, 19 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അന്നുണ്ടായിരുന്ന രാജാക്കന്മാരെ അവൻ കൊന്നുകളഞ്ഞു. ആരാന്നറിയാം? ലൂസിഫർ. അവൻ കൊന്നുകളഞ്ഞ തലമുറയെ അവൻ നാനാവിധമാക്കി കളഞ്ഞു. അപ്പൊ ഇവരുടെ ഒരു സംസ്കാരമുണ്ട്, പോകുന്നിടത്തെല്ലാം കൂട്ടം കൂടി കെട്ടിടങ്ങളെ പണിയുക. അങ്ങനെയാണ് പണ്ടുള്ള കൾച്ചറും സിവിലൈസേഷനും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് ബാബേലിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അവർ ഒരു സ്ഥലത്ത് കൂടി കെട്ടിടം പണിയാൻ തീരുമാനിച്ചത്. അത് പണ്ടത്തെ സിവിലൈസേഷന്റെ അതിന്റെ ഭാഗമായിട്ട് അവരിൽ വന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ ആ തലമുറയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വന്ന, ഞാൻ വീണ്ടും പറയാം, അതിനകത്തുനിന്ന് ഫിൽട്ടർ ചെയ്ത് വന്ന ആളാണ് ആര്? അബ്രഹാമിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വന്നവനാണ് ഡേവിഡ്. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വന്നവനാണ് ക്രിസ്തു, ദാവീദ് പുത്രൻ. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വായിക്കാം എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 1:3. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന, സ്വർഗത്തിലെ സകല ആത്മീകമായ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഒരു ഹലോഡി, ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹത്താലും blessed be the God and the Father of our Lord Jesus Christ, who hath blessed us with all the spiritual blessings in heavenly places in Christ. ഹലോഡി, അവിടെ 2 Peter chapter 1:3. 2 Peter chapter 1:3. 2 Peter 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. 2 Peter chapter 1:3. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടിയുള്ളതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നമ്മുടെ ജീവന് വേണ്ടിയുള്ളത്. അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗോഡ്ലിനെസ്, ഫോർ ദ ഗോഡ്ലിനെസ് ആൻഡ് ഫോർ ലൈഫ്. അല്ലെങ്കിൽ ജീവന് വേണ്ടിയുള്ളതും ഡിവൈൻ പവർ നമുക്ക് തന്നിട്ടുണ്ട്. ഫോർ തിങ്സ് ദാറ്റ് pertain unto the life and the godliness. ജീവന് ഭക്തിക്കും വേണ്ടിയുള്ളതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ എഫേസ്യ ലേഖനം 1:3 നിന്ന് മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? ദൈവം അനുഗ്രഹിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നമ്മുടെ അകത്ത് ഹല്ലേലൂയ ആമേൻ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4, 5, 6, 7 അധ്യായങ്ങളെ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ ഹല്ലേലൂയ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4, 5, 6, 7 വാക്യങ്ങൾ വായിക്കും മനസ്സിലാകും. അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരോട് മറക്കരുത്, അവൻ പ്രിയനായവൻ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഇത് യേശു ക്രിസ്തു ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങളിലും എന്നിലും സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇത് യേശു ക്രിസ്തു മുഖാന്തരം ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങളിലും എന്നിലും സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇത് നിങ്ങളിലും എന്നിലും സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇങ്ങനെ നിങ്ങളിലും എന്നിലും സംഭവിച്ച് കഴിഞ്ഞിരിക്കെ ഹല്ലേലൂയ, ചിന്തിച്ചു നോക്കിക്കേ. നമുക്കറിയാം ഹല്ലേലൂയ, ഇവിടെ പ്രീ ആഡമിക് ജനറേഷൻ എന്തില്ല? സോൾ ആക്റ്റീവ് അല്ല, മൈൻഡ് ആക്റ്റീവ് അല്ല. അവൻ എന്താണ്? അവൻ ഹല്ലേലൂയ, അവന് ഇഷ്ടം തോന്നുന്ന പോലെ ജീവിക്കും. പൊളിക്കണേ പൊളിക്കും, ജീവിക്കണേ, പണിയണേ പണിയും, നിൽക്കണേ നിൽക്കും, ഇരിക്കണേ ഇരിക്കും. അവന്റെ സ്പിരിറ്റ്, അവന്റെ സോൾ ആക്റ്റീവ് അല്ല. സ്പിരിറ്റ് ഈസ് ആക്റ്റീവ്, ബോഡി ഈസ് ആക്റ്റീവ്. ബോഡിയും അല്ലെങ്കിൽ സ്പിരിറ്റ് മാത്രമായിട്ട് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ എന്നാൽ അല്ലെങ്കിൽ സോൾ, മൈൻഡ് വന്നിടത്താണ് അല്ലെങ്കിൽ ഇവിടെ വരുന്നതാണ് സാൽവേഷന്റെ പ്രത്യേകത. ഇവിടെയാണ് സാൽവേഷന്റെ പ്രത്യേകത. അതുകൊണ്ട് മലയാളത്തിൽ നമ്മളെല്ലാവരും പറയും ആത്മാക്കളെ നേടാനായിട്ട്. എങ്ങനെ? ആത്മാക്കളെ നേടാൻ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? സോൾ വിന്നിങ്.
മലയാളത്തിൽ പറയും ആത്മാക്കളെ നേടാനായിട്ട്, പക്ഷെ ഇംഗ്ലീഷിൽ പറയും സോൾ വിന്നിങ്. സോൾ വിന്നിങ് ആണ് യഥാർത്ഥത്തിൽ എന്താ? ഒരു മനുഷ്യനെ നേടേണ്ടത് അവന്റെ ആത്മാവിനെ അല്ല നേടേണ്ടത്, അവന്റെ മൈൻഡിനെയാണ് തൊടേണ്ടത്. നിങ്ങളിൽ എന്നിലും മാറ്റം ഉണ്ടാകേണ്ടത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ മൈൻഡ് മാറണം. എന്താ ആലോചിക്കുക? മനസ്സ് പുതുക്കി, റിന്യൂ യുവർ മൈൻഡ്. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2, റിന്യൂ യുവർ മൈൻഡ്. അതായത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന മുറികൾ എങ്ങനെയാകണമെന്ന് അറിയാമോ? ആമേൻ. ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിക്കണേ, എന്നെ വിടുവിക്കണേ, എന്നെ മാനിക്കണേ, എന്നെ തുടരണേ എന്ന് നിലവിളിക്കുന്ന പ്രാർത്ഥന മുറിയല്ല. ആമേൻ. നിങ്ങൾ വായിച്ചു നോക്കിക്കേ, പ്രാർത്ഥനയിൽ ദർശനങ്ങളെ കാണണം. ഹല്ലേലൂയ. ആരാം രാജാവിന്റെ സൈന്യം പദ്ധതിയിട്ട് ആമേൻ ശമരിയെ തകർക്കാൻ പലവട്ടം പദ്ധതിയിട്ടു. എന്നാൽ റൂമിൽ പ്രാർത്ഥിക്കുന്ന ഏലിശയ്ക്ക് വെളിപ്പാട് കിട്ടി. ആമേൻ. ആരാം രാജാവിന്റെ പ്ലാൻ എന്താന്ന് ഈ പ്ലാൻ ചെന്ന് പറയാനായിട്ട് ആമേൻ ഏലിശ പ്രവാചകൻ ചെന്ന് പറഞ്ഞപ്പോ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ആരാണ് നമുക്ക് വിരോധമായി ഇത്ര പദ്ധതിയോടുകൂടെ ഇത്ര പ്ലാൻ ചെയ്ത് നമ്മളെ തകർക്കുന്നത്? അവിടെ പ്രമാണികളിൽ ഒരുവൻ, പട്ടാള പ്രമാണി ഒരുവൻ ആരാം രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ ആരും ചെന്ന് ഒറ്റിക്കൊടുക്കുന്നതല്ല, പക്ഷെ അവിടെ ഒരു പ്രവാചകനുണ്ട്, അവൻ പ്രാർത്ഥിക്കുമ്പോ നീ അരമനയിൽ നിന്റെ ശയനഗ്രഹത്തിൽ ചിന്തിക്കുന്നത് പോലും, നിന്റെ ശയനഗ്രഹത്തിൽ നീ ചിന്തിക്കുന്നത് പോലും അവൻ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അവൻ ചെന്ന് രാജാവിനോട് പറയും, രാജാവ് സൈന്യത്തെ അതുപോലെ ക്രമീകരിക്കും, ജയമുണ്ടാകും. ഞാൻ പറയട്ടെ, നമ്മുടെ സോൾ, നമ്മുടെ മൈൻഡ് ആക്റ്റീവ് ആകാൻ തുടങ്ങണം. നമ്മുടെ സോൾ ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ സോൾ ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ സോൾ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയണം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അവിടെ ഏലീശയുടെ വേലക്കാരൻ കണ്ടൊരു കാര്യമാ, സൈന്യത്തിന്റെ ശക്തി കൊണ്ട് പട്ടണം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഏലിയാവ് കണ്ടെന്താണെന്നറിയാമോ? അഗ്നിമയമായ രഥങ്ങളാലും കുതിരകളാലും തന്റെ മല നിറഞ്ഞിരിക്കുന്ന അവൻ കണ്ടു. അവൻ വേറെ നിലയിൽ ദർശനം കാണുന്നവനായിട്ട് മാറി. അവൻ വേറെ നിലയിൽ ദർശനം കാണുന്നവനായിട്ട് മാറി. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ, ശൗല് തന്റെ കണ്ണ് രണ്ടും പൊട്ടി, കണ്ണ് കാണാൻ വയ്യാതെ ശൗല് വന്നിരിക്കുക. എവിടെയാണെന്നറിയാമോ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശീമോന്റെ വീട്ടിൽ വന്ന് ഒളിച്ചു പാർക്കുക, നേർവീതിയിൽ വന്ന് ഒളിച്ചു പാർക്കുക. അപ്പോ ഹല്ലേലൂയ, ആമേൻ, നാഥാൻ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, അനന്യാസിനോട് കർത്താവ് പറഞ്ഞു, അങ്ങോട്ട് പോ. അവൻ പ്രാർത്ഥിക്കുന്നു. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, അവൻ പ്രാർത്ഥിക്കുന്നത് വെറുതെയുള്ള പ്രാർത്ഥനയല്ല. അപ്പോസ്തല 9 കാണുന്നുണ്ട്. അവന്റെ പ്രാർത്ഥനയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അവനൊരു സ്വപ്നം കാണുക. എന്താ കാണുന്ന കാര്യം എന്നറിയാമോ? 9:12 അപ്പോസ്തല പ്രവൃത്തി 9:12 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു. അവന്റെ പ്രാർത്ഥന വെറുതെ ജൽപ്പനങ്ങളല്ല, ആത്മാവിൽ ചില ദർശനങ്ങൾ കാണുന്നതായിരുന്നു. അവന്റെ പ്രാർത്ഥന വെറും ചില പ്രാർത്ഥന വാചകങ്ങളല്ല, അവൻ ആത്മാവിൽ ചില ദർശനങ്ങൾ കാണുന്നവനായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിക്കേ. ഇത് പൗലോസിനെ കുറിച്ച് പറയുമ്പോ ഇതിന്റെ 10-ാം വാക്യത്തിൽ അനന്യാസിനോട് ദൈവം സംസാരിക്കുക. എപ്പോഴാ? പ്രാർത്ഥിക്കുമ്പോ. പ്രാർത്ഥനയിൽ ദൈവം ഇടപെടുക. ആമേൻ. അതിന്റെ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. 2-ാം വാക്യം 3-ാം വാക്യം ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 2 and 3. ആമേൻ. ഹല്ലേലൂയ. കൊർന്നല്യോസ് പ്രാർത്ഥിക്കുക. കൊർന്നല്യോസ് പ്രാർത്ഥിക്കുമ്പോ ദൈവം ഒരു ദർശനം കൊടുത്തു. ദൂതൻ അടുത്ത് വന്ന് നിൽക്കുക. ദൈവിക ദർശനം പ്രാർത്ഥനയിൽ കാണുന്ന കൊർന്നല്യോസ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. 9-ാം വാക്യം, 10-ാം വാക്യം, 11-ാം വാക്യം, 12-ാം വാക്യം. ഇവിടെ പത്രോസ് പ്രാർത്ഥിക്കാനായിട്ട് അവൻ അറയിൽ കയറി. അവൻ ഹല്ലേലൂയ അവിടെ കയറിയപ്പോ അവൻ ആത്മാവിൽ ഒരു വിവശതയുണ്ടായി. അവന്റെ വെറുതെ ജൽപ്പന പ്രാർത്ഥനയല്ല, അവനൊരു ദർശനം കാണാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറണമെങ്കിൽ, റിന്യൂ യുവർ മൈൻഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമുക്ക് നമ്മുടെ ജനിച്ചു വളർന്ന പശ്ചാത്തലത്തിനൊത്ത്, ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പെയിൻഫുൾ എക്സ്പീരിയൻസിനൊത്ത്, ഹല്ലേലൂയ, നമ്മൾ പഠിച്ച ചില ബൈബിൾ ചില വാക്യങ്ങൾക്കൊത്തവണ്ണം, നമ്മൾ വളർന്നു വന്ന പാരമ്പര്യത്തിന് തക്കവണ്ണം, നമ്മുടെ വീട്ടിലെ ചില സിറ്റുവേഷന് തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരു സോൾ, നമ്മുടെ മൈൻഡ് ഒരു സെറ്റ് നിൽക്കുക. യേശുവിന്റെ നാമത്തിൽ പറയണം, ഹല്ലേലൂയ, അവന്റെ നന്മയും പൂർണ്ണവും ദൈവപ്രസാദവുമുള്ള ആമേൻ ഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി, മനസ്സിനെ റിന്യൂ യുവർ മൈൻഡ്.
റിന്യൂ യുവർ മൈൻഡ്, റിന്യൂ യുവർ മൈൻഡ്. നിന്റെ മനസ്സിനെ പുതുതാക്കിയിട്ട് പറയണം ഹല്ലേലൂയ, ഞാൻ ആറ്റമിക് പ്രീ ആറ്റമിക് ജനറേഷൻ അകത്ത് കടന്ന് ഹല്ലേലൂയ ചുമ്മാ മൂവി എന്നൊരാളല്ല. ഹല്ലേലൂയ സോളിനകത്ത് എൻ്റെ അകത്തൊരു തീരുമാനമുണ്ട്. ഹല്ലേലൂയ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ സ്വീകരിച്ച്, ഹൃദയം കൊണ്ട് സ്വീകരിച്ചതാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയും ഒരു ദോഷവും വരാൻ അനുവദിക്കത്തില്ല ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ. ആമേൻ. ഹല്ലേലൂയ. അതായത് ആദമിന് മുമ്പുണ്ടായിരുന്ന സൃഷ്ടിയിലെ മുഴുവൻ ഹല്ലേലൂയ പിശാച് നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ, ദൈവത്തിന്റെ വചനം നശിച്ചു പോയ സകലതിനെയും റിസ്റ്റോർ ചെയ്തെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അകത്ത് സ്വർഗം വിധിച്ചിരിക്കുന്ന സൗഖ്യം, നിങ്ങളുടെ അകത്ത് വെച്ചിരിക്കുന്ന പ്രോസ്പെറിറ്റി, നിങ്ങളുടെ അകത്ത് വെച്ചിരിക്കുന്ന ഗ്രോത്ത്, നിങ്ങളുടെ അകത്ത് വെച്ചിരിക്കുന്ന ദൈവിക പ്രമാണം, അതിനെ വെളിപ്പെടുത്താനായിട്ട് ദൈവവചനം, when you hallelujah command to a situation, നീ കൽപ്പിക്കുമ്പോൾ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും, നീ കൽപ്പിക്കുമ്പോൾ സ്ഥിതി മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. നമുക്കറിയാം, യേശുവിന്റെ അടുക്കൽ 4 പേർ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നു. രോഗിയെ ചുമന്നുകൊണ്ട് വന്നിരിക്കുക. അവൻ വലിയ രോഗമായി അവനെ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയപ്പോ അവിടെ യേശു അവരുടെ വിശ്വാസം കണ്ട്, അവൻ തളർന്നു കിടക്കുന്ന കണ്ടെന്നല്ല, അവനെ ചുമന്നുകൊണ്ട് വരുന്ന ആളുകളെ കണ്ടെന്നല്ല, യേശു കണ്ടത് വിശ്വാസത്തെ. ആ കണ്ണ് യേശുവിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ വിശ്വാസം കാണാൻ പറ്റും? ഇല്ല. അവരുടെ കൈയടി കാണാൻ പറ്റും, ആമേൻ കേൾക്കാൻ പറ്റും, അവരുടെ സ്തോത്രം പറയാൻ പറ്റും, അവര് നിങ്ങളുടെ അടുത്തിരുന്ന് ആരാധിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ അവരുടെ അകത്ത് ഭയത്തോടെയാണോ, അവർ ചില ടെൻഷനോടാണ് അവിടെ ഇരിക്കുന്നത്, അവർ ചില ദുഃഖത്തോടെ, നമുക്കിത് കാണാൻ പറ്റത്തില്ല. പക്ഷെ യേശു കണ്ടു. യേശു എന്ത് കണ്ട്? വിശ്വാസം കണ്ടു. യേശുവിനെ പുറമേ ഉള്ളത് കാണുന്നവനല്ല, അകത്ത് കാണുന്നവനാണ്. ഉടനെ യേശു പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. എന്താ? പാപം ക്ഷമിച്ചിരിക്കുന്നു. ഉടനെ അവിടെ ഇരുന്നവർ പറഞ്ഞു, ഇതാരാ? മനുഷ്യൻ എങ്ങനെ? ദൈവത്തിന് ഒരാൾക്കല്ലേ പാപം ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. അടുത്ത അവന്റെ ചോദ്യം എന്താണെന്നറിയോ? അവിടെ യേശു പറഞ്ഞൊരു കാര്യം, യേശു ചോദിച്ച ചോദ്യമാ, ഏതാ എളുപ്പം? കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുന്നതാണോ പാപം? എളുപ്പം ഏതാ? പറയാൻ ഈസി ഏതാ? പാപം ക്ഷമിച്ചെന്ന് പറയാൻ ഈസി. തെളിവൊന്നും വേണ്ടല്ലോ. ഇപ്പൊ നിങ്ങളിൽ ഒരാൾ വന്ന് വെച്ചാ, എനിക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ടും ഞാൻ ഇന്ന പോലൊരു വാക്ക് വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു, ദേഷ്യപ്പെട്ടു, ഞാൻ പിണങ്ങി, ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് എന്നോട് ക്ഷമിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു, കർത്താവ് ക്ഷമിച്ചിരിക്കുക, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ തെളിവ് ചോദിക്കോ? ഇല്ല. പക്ഷെ നേരെ മറിച്ച് ഒരാളുടെ കൈ വളഞ്ഞിരിക്കുക, നേരെ നൂർക്കാൻ മേലാതെ വളഞ്ഞിരിക്കുക, സൗഖ്യമാകട്ടെ. തെളിവ് വേണോ? സൗഖ്യമായാലും എന്ത് വേണം? കൈ നിവരണം. പാപ ക്ഷമിച്ചു കിട്ടിയതിന് തെളിവ് വേണ്ടല്ലോ. ഈ സൗഖ്യമായതിന് തെളിവ് വേണ്ടേ? ഈസി ഏതാ? പാപം ക്ഷമിച്ചെന്ന് പറയുന്നു. മറ്റതിന് തെളിവ് വേണം, ഇതിന് തെളിവ് വേണ്ട, അല്ലേ? നമ്മൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ആവശ്യമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇന്ന പോലെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം കേട്ടോ, ഞങ്ങൾ എന്ത് ചെയ്തോളാം, മുടക്കില്ലല്ലോ. അപ്പൊ ഇതെന്തില്ല? എവിഡൻസ്, പ്രൂഫ് വേണ്ടല്ലോ. പാപം ക്ഷമിച്ചിരിക്കുന്നു, പ്രൂഫ് വേണ്ടല്ലോ. ഞാൻ പറയാം, നിങ്ങളുടെ അകത്ത് മനസ്സിന് രൂപാന്തരം ഉണ്ടാകേണ്ടതിന് പ്രൂഫ് ഒന്നും വേണ്ട. പക്ഷെ മനസ്സ് രൂപാന്തരപ്പെട്ടാൽ ആമേൻ, തെളിവുണ്ടാകും. നിന്റെ ജീവിതം അത്ഭുതമായി മാറും. നീ തൊട്ടുന്നത് അനുഗ്രഹമായി തീരും. നീ ഒരു അനുഗ്രഹമായി തീരും.
വർഷങ്ങളായിട്ട് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പറയാം, ആളുടെ ആദിയിൽ വർഷങ്ങളോളം ശൂന്യതയുടെ മറവിൽ പിശാച് മറച്ചു വെച്ച ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചിട്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞപ്പോ അവിടെ മറഞ്ഞു കിടന്നത് മുഴുവൻ വീണ്ടും ഉളവായി വന്നെങ്കിൽ ഇന്ന് നിന്റെ അകത്ത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ വെളിപ്പെട്ട് വന്ന ദൈവശക്തി, ആ വെളിപ്പെട്ട് വന്ന രോഗസൗഖ്യം, അവിടെ അന്ന് സംഭവിച്ച വിടുതൽ, അവിടെ അന്ന് സംഭവിച്ച സമൃദ്ധി, യേശുവിന്റെ ക്രൂശിലെ മരണത്തിൽ അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങളുടെ രോഗം സൗഖ്യമായി, അവന്റെ രക്തത്താൽ പാപം കഴുകപ്പെട്ടു, അവൻ ശാപമായി മരത്തിൽ തൂങ്ങി മരിച്ചത് കൊണ്ട് നമ്മുടെ ശാപം മാറി, അവൻ നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ദാരിദ്ര്യത്തിന് വേണ്ടി അവൻ ദരിദ്രനായി തീർന്നത് കൊണ്ട് അവന്റെ ദാരിദ്ര്യ നിമിത്തം നമ്മൾ സമ്പന്നരായി തീർന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, അവൻ തലമുറകൾക്ക് മുമ്പ് സംഭവിച്ച ചില കാര്യം ഇന്ന് നീ വിളിച്ചു പറയുമ്പോ പിശാച് മറച്ചു വെച്ചത് ചിലത്, പിശാച് മറച്ചു വെച്ചത് ചിലത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരാൻ പോവാ, യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരാൻ പോവാ, യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരാൻ പോവാ. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. നമ്മളെ വചനത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 2-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭൂമി പാഴും ശൂന്യമായിരുന്നു, യഹോവയുടെ ആത്മാ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എന്നിങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തു, അല്ലല്ല, അങ്ങനല്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. ദൈവം സൃഷ്ടിച്ചതും പിശാച് തകർത്ത് കളഞ്ഞതുമായ ചിലത് നശിച്ചു പോകാതിരിക്കാൻ, രണ്ടും രണ്ടാ. അതായത് തകർത്ത് കളയുന്നത് വേറെ, നശിപ്പിച്ച് കളയുന്നത് വേറെ. അതാണ് ഹല്ലേലൂയ യേശു പറഞ്ഞത് യോഹന്നാൻ 10:10. തീഫ് കം ടു സ്റ്റീൽ, kill and destroy. Kill എന്ന് പറയുന്നത് that is not the end, destroy is the end. ഹല്ലേലൂയ. അന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പിശാച് ഈ ഭൂമിയുടെ ഭംഗിയെ മുഴുവൻ കളഞ്ഞു, പക്ഷെ അതിനെ നശിപ്പിച്ച് കളയാൻ പിശാചിന് പറ്റിയില്ല. എന്നാൽ ഹല്ലേലൂയ ആത്മാവ് വെള്ളത്തിന് മേലെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു, അത് എൻഡ് ആകാതിരിക്കാനായിട്ട്, അത് തീർന്നു പോകാതിരിക്കാനായിട്ട്. ഇന്ന് നിന്റെ വിശ്വാസ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ദൈവത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, മനസ്സിൽ ദേഷ്യം വന്നിട്ട് ചിലപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ട്, ചില കാര്യങ്ങൾ മനസ്സിലാകാതിന് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ട്. എന്നാൽ നീ ഒരു കാര്യം അറിയാമോ? ആ ഇരുട്ടിനകത്തും വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. എന്തിനാണെന്നറിയാമോ? പിശാച് ജീർണിച്ച് കളഞ്ഞ ചിലതിനെ വീണ്ടും റിസ്റ്റോർ ചെയ്യാനായിട്ട്. അതെപ്പോഴാ റിസ്റ്റോർ ആകുന്നറിയാമോ? അത് വീണ്ടും പണിത് വരുന്ന എപ്പോഴാണെന്നറിയാമോ? വചനം പുറപ്പെടുമ്പോ ആത്മാവ് വെള്ളത്തിന് മേലെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവം സൃഷ്ടിച്ചതൊന്നിനെ നശിപ്പിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ അകത്തിട്ട് രക്ഷയില്ലേ, നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന സാൽവേഷൻ അതിനെ നശിപ്പിക്കാതെ വണ്ണം ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഒരു ദിവസം നീ വചനം കേൾക്കും, അന്ന് ആ വചനം കേൾക്കുമ്പോ ഇന്നലകളെ നശിച്ചു പോയത്, ഉണ്ടായിട്ട് തീർന്നു പോയത്, പ്രവചനം ഉണ്ടായിട്ട്, നിനക്കൊരു ദൂതുണ്ടായിട്ട്, നിന്റെ മേലൊരു ദൈവിക വെളിപ്പാട് ഉണ്ടായിട്ട്, നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിട്ട് പിശാച് പലതിനെയും തകർത്ത് കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ഞാൻ പറയട്ടെ, അതിനെ തീർത്ത് കളയാതെ വണ്ണം ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? ഒരു വാക്ക് കേൾക്കാനായിട്ട്. അത് all creation is waiting for a word of a child of God. നീ വചനം പറയുമ്പോ, നീ ഒരു വാക്ക് വിളിച്ച് പറയുമ്പോ, ആമേൻ, അവിടെ ഹല്ലേലൂയ ഫ്രോസൺ ആയിരിക്കുന്ന ചിലത്, ഫ്രോസൺ ആയിരിക്കുന്ന ഗ്ലോറി, ഫ്രോസൺ ആയിരിക്കുന്ന പ്രോസ്പെരിറ്റി, ഫ്രോസൺ ആയിരിക്കുന്ന ഹീലിംഗ്, ഫ്രോസൺ ആയിരിക്കുന്ന ബ്ലെസ്സിങ്സ്, അത് വചനം പറയുമ്പോ അത് ഉരുകി യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സീസൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 38 വർഷം കൊളക്കരയിൽ ഒടുത്തം കിടക്കുക. എന്തിനാണെന്നറിയാമോ? യേശു വന്നൊരു വാക്ക് പറയാനായിട്ട്. സുന്ദര ദേവാലയ ഗോപുരത്തിൽ ഒരു മുടന്തൻ ഇരിക്കുക. എന്തിനാണെന്നറിയോ? പത്രോസ് ഒരു വാക്ക് പറയാനായിട്ട്. ഹല്ലേലൂയ. ലാസറിന്റെ ഡെഡ് ബോഡി കല്ലറയ്ക്കകത്തിരിക്കുക. എന്തിനാണെന്നറിയാമോ? യേശുവിന്റെ ഒരു ശബ്ദം കേൾക്കാനായിട്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് നീ വചനം പറയുമ്പോ പിശാച് ജീർണിപ്പിച്ച് കളഞ്ഞത്, പിശാച് തകർത്ത് കളഞ്ഞത്, പിശാച് തീർത്ത് കളഞ്ഞ ചിലതിന് ഇന്ന് പകൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ജീവനോടെ ജീർണിച്ചു പോയതിന് വീണ്ടും എഴുന്നേൽപ്പിക്കാൻ. ഹല്ലേലൂയ,
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ താഴ്വാരത്തിൽ അസ്ഥികൾ കുമിഞ്ഞുകൂടി കിടക്കുക, താഴ്വാരത്തിൽ അസ്ഥികൾ കുമിഞ്ഞുകൂടി കിടക്കുക. ആത്മാവുള്ള ഒരു മനുഷ്യൻ അവിടെ വന്ന് നിൽക്കാനായിട്ടല്ല, ആത്മാവുള്ള ഒരു മനുഷ്യൻ അവിടെ വന്ന് എല്ലാം ഒന്ന് നോക്കാനായിട്ടല്ല, ആത്മാവുള്ള ഒരു മനുഷ്യൻ എല്ലാത്തിനെയും അളന്നു തൂക്കി എണ്ണമെടുക്കാനായിട്ടല്ല. ആത്മാവുള്ള ഒരുവൻ, എഗസ്കേൽ പ്രവാചകൻ അവിടെ വന്ന് നിന്ന് അവനോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, നീ പ്രവചിക്കോ. നീ പ്രവചിക്കുമ്പോ സ്ഥിതികളെ മാറും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളെ എന്നെയും കർത്താവ് വിളിച്ചത് നിങ്ങളുടെയും എന്റെ ജീവിതത്തിനകത്ത് ചിലതിനെ ഹല്ലേലൂയ ഫ്രോസൺ ആക്കി, ചിലത് അതിനകത്ത് ഇരിപ്പുണ്ട്. യേശു ക്രൂശി മരിച്ചപ്പോ നിന്റെ പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ്, നിന്റെ അകത്തൊരു പ്രവചന അഭിഷേകം, നിന്റെ അകത്തൊരു അപ്പോസ്തല അഭിഷേകം, നിന്റെ അകത്തൊരു സമൃദ്ധിയുടെ അഭിഷേകം, നിന്റെ അകത്തൊരു ആത്മകൃപയുടെ അഭിഷേകം, നിന്റെ അകത്തൊരു വർദ്ധനവിന്റെ അഭിഷേകം, ദേശങ്ങളെ വാഴുന്ന ഒരു അഭിഷേകം, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അഭിഷേകം, കാര്യങ്ങളെ വാഴുന്ന ഒരു അഭിഷേകം, നിറഞ്ഞു കവിയുന്ന ഒരു അഭിഷേകം, വർദ്ധിക്കുന്ന ഒരു അഭിഷേകം നിന്റെ അകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ ആത്മാവ് അതിന് മേൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോഴല്ല വെളിപ്പെടുന്നത്. നീ ഒരു വാക്ക് പറയുമ്പോ, നീ ഒരു വാക്ക് പറയുമ്പോ ജീർണിച്ച ചിലതിന് മേൽ ജീവൻ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങൾ എത്ര പേര് ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ജീർണിച്ചു പോയതിനെ നോക്കിയിട്ട്, തീർന്നു പോയതിനെ നോക്കിയിട്ട് ഹല്ലേലൂയ ഒരു വാക്ക് പറയാൻ തയ്യാറുണ്ടോ? ദൈവവചനത്തെ പറയാൻ തയ്യാറുണ്ടോ? ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് പകൽ അസ്ഥികൾ വെയിറ്റ് ചെയ്യുക നിന്റെ ഒരു വാക്ക് കേൾക്കാനായിട്ട്. സൃഷ്ടികൾ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ ആമേൻ. The creation is eagerly waiting for the manifestation of sons of God. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Hallelujah, 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 hallelujah. Thank you, Jesus. 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 Hallelujah. ആമേൻ. റോമാലേഖനം 5:14 ഇങ്ങനെയാണ് കാണുന്നത്, വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം, വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. ഹല്ലേലൂയ. ആമേൻ. ആദാം ആരായിരുന്നു അറിയാമോ? യേശു ദൈവത്തിന് ആദാമിന്റെ രൂപത്തിൽ വന്നെന്നല്ല, ആദാമിന്റെ രൂപത്തിൽ യേശു വന്നെന്ന്. ഹല്ലേലൂയ. ആമേൻ. യേശു ആദാം ആരായിരുന്നു? ആമേൻ. വരുവാനുള്ളവന്റെ പ്രതിരൂപം. ഹല്ലേലൂയ. ആദമിനകത്ത് ദൈവം, ആദമിനകത്ത് യേശു, ഹല്ലേലൂയ, ആദമിനകത്ത് പിതാവായി ദൈവം കണ്ടത് ആദമിനെ അല്ല, വരുവാനുള്ളവന്റെ പ്രതിരൂപം. ആദമിനകത്ത് ദൈവം കണ്ടെങ്കിൽ നിങ്ങളിൽ കാണുന്നത് വീണുപോയ ഒരാളെ അല്ല, നിങ്ങളിൽ കാണുന്നത് പ്രാർത്ഥിക്കാത്ത ഒരാളെ അല്ല, നിങ്ങളിൽ കാണുന്നത് തോറ്റുപോയ ഒരാളെ അല്ല. സ്വർഗം കാണുന്നത് നിന്റെ അകത്ത് ജയാളിയായ ഒരുവനെ, ക്രൂശിനെ ജയിച്ച ഒരുവനെ, പിശാചിനെ ജയിച്ച ഒരുവനെ, പ്രതിസന്ധികളെ ജയിച്ച ഒരുവനെ സ്വർഗം നിന്റെ അകത്ത് കാണുന്നെങ്കിൽ നിന്റെ പ്രതിസന്ധി ഇന്ന് പകൽ നീ പറയുന്ന വാക്കുകൾ, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് നിന്റെ സാഹചര്യത്തെ റീബിൽഡ് ചെയ്യാൻ പദ്ധതി ഉണ്ടാവും. Hallelujah, hallelujah, hallelujah. Thank you, Jesus. 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 Hallelujah. 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 Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനുമീതെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. പിശാച് നശിപ്പിച്ചിട്ട ചിലതിനെ തീർത്ത് കളയാതിരിക്കാനായിട്ട്. ആമേൻ. അതിന്റെ റിസ്റ്റോറേഷന്റെ സമയമാ. എപ്പോഴാണെന്നറിയാമോ? വചനം. പിതാവ് പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ വെളിച്ചം ഉണ്ടായി. അവിടെ ഇല്ലാതിരുന്ന ഉളവായി വന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തെ ഞാൻ പറയട്ടെ, ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ, അതുകൊണ്ടാണ് നമ്മൾ എഫേസ്യ ലേഖനം 1:3 ഇങ്ങനെ വായിച്ചത്. ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? സൗഖ്യം ഓൾറെഡി നിന്റെ അകത്തുണ്ട്. നീ പറഞ്ഞാ മതി. ആമേൻ. മൃഗങ്ങളും വൃക്ഷങ്ങളും സൂര്യനും ചന്ദ്രനും സകലതും ഇതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ഒരു ഒറ്റ വാക്ക് വന്നപ്പോ പറവകൾ ഉണ്ടാകട്ടെ,
നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ. മറഞ്ഞിരുന്നത് മുഴുവൻ വെളിപ്പെട്ട് വന്ന പോലെ നീ പറയുന്ന വാക്കുകളകത്ത് നിന്റെ സൗഖ്യം നിന്റെ അകത്ത് മറഞ്ഞിരിപ്പുണ്ട്. നിന്റെ ഉയർച്ച നിന്റെ അകത്ത് മറഞ്ഞിരിപ്പുണ്ട്. നിന്റെ അഭിവൃദ്ധി നിന്റെ അകത്ത് മറഞ്ഞിരിപ്പുണ്ട്. അത് വേറൊരാൾ കൈവച്ചിട്ട് സംഭവിക്കേണ്ടതല്ല. അത് വേറെ ആരെങ്കിലും നിന്നോട് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സംഭവിക്കേണ്ടതല്ല. നീ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, നീ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, നീ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, ഹല്ലേലൂയ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഒരു വാക്ക് നീ പറയുമ്പോൾ ചലിക്കാൻ കാത്തിരിക്കുക. ആമേൻ. ചെങ്കടൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. മോശ വന്നൊരു വാക്ക് പറയാനായിട്ട്. ഞങ്ങൾ മാറാൻ റെഡിയാ. മോശ ഒരു വാക്ക് പറ. ആമേൻ. ഹല്ലേലൂയ. വെള്ളം ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. മോശ ഒന്ന് തൊടാനായിട്ട്, രക്തമാകാൻ റെഡി ആയിട്ട് നിൽക്കുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെ മോശ പറയാനായിട്ട് തവള കാത്തിരിക്കുക, ഒന്ന് ഇറങ്ങിപ്പോകാനായിട്ട്. മോശ പറയാനായിട്ട് കാത്തിരിക്കുക, മഴ പെയ്യാനായിട്ട്. മോശ ഹല്ലേലൂയ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ സുട്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുക. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്കാണ്, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക്, നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. നിന്റെ അകത്തൊരു പ്രവചന അഭിഷേകമുണ്ട്. നിന്റെ അകത്തൊരു അപ്പോസ്തലിക് കോളിംഗ് ഉണ്ട്. നിന്റെ അകത്തൊരു ഹല്ലേലൂയ ഡിവൈൻ അനോയിന്റിംഗ് ഉണ്ട്. നിന്റെ അകത്തൊരു ശക്തിമേറിയ അഭിഷേകം മറഞ്ഞിരിപ്പുണ്ട്. നിന്റെ അകത്തൊരു ജീവൻ മറഞ്ഞിരിപ്പുണ്ട്. നിന്റെ അകത്തൊരു ദൈവശക്തി മറഞ്ഞിരിപ്പുണ്ട്. ആമേൻ. അത് തീർന്നു പോയതല്ല, അത് ജീർണിച്ചു പോയതല്ല, അത് തീർന്നു പോയതല്ല. അതിനെ വീണ്ടും ജീവിപ്പിക്കാൻ ഇന്ന് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് നീ ഭാരപ്പെടുന്നെങ്കിൽ, തുള്ളനും പച്ചപ്പുഴും വിട്ടിലും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി മടക്കി തരുന്നവൻ. യെസ്, യേശുവിന്റെ നാമത്തിൽ. സന്തോഷം നഷ്ടപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടോ? സമാധാനം നഷ്ടപ്പെട്ടവര്, സമ്പത്ത് നഷ്ടപ്പെട്ടവര്, ജോലി നഷ്ടപ്പെട്ടവര്, ആത്മീക കൃപ നഷ്ടപ്പെട്ടവര്, ആരോഗ്യം നഷ്ടപ്പെട്ടവര്, ദർശനം നഷ്ടപ്പെട്ടവര്, പ്രാർത്ഥനയുടെ ചൂട് നഷ്ടപ്പെട്ടവര്, ആമേൻ, ആത്മാവിന്റെ സന്തോഷം നഷ്ടപ്പെട്ടവര്, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവര് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ വാക്കിന് വേണ്ടി ആത്മാവ് ഇങ്ങനെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുക. ആത്മാവ് ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുക. നീ ഒരു വാക്ക് പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ വാക്കുകൾ, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, നിന്റെ ആദരത്തിലെ വാക്കുകൾക്ക് ജീവിപ്പിക്കാൻ അധികാരമുണ്ട്. നിന്റെ വാക്കുകൾക്ക് സൃഷ്ടിക്കാൻ അധികാരമുണ്ട്. നിന്റെ വാക്കുകൾക്ക് അത്ഭുതം ചെയ്യാൻ അധികാരമുണ്ട്. നീ പറയുമ്പോൾ അതിനെ നീ വിളിച്ചു വരിക. Hallelujah. 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 Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Amen. Hallelujah. ഒരു amen. Hallelujah. Amen. ഒരു ശേഷിപ്പിനെ എപ്പോഴും മാറ്റിവെക്കുന്നവനായ ദൈവം. ഒരു ശേഷിപ്പിനെ മാറ്റിവെക്കുന്നവനായ ദൈവം. Hallelujah. ആദമിന്റെ ജനറേഷൻ Hallelujah നശിച്ചു പോയപ്പോ amen കർത്താവ് അതിനകത്തുനിന്ന് ഒരു ഹാനോക്കിനെ തെരഞ്ഞെടുത്തു. ആ ഹാനോക്കിന് തലമുറയിലും നാശം വന്നപ്പോ അവൻ നോഹയുടെ കുടുംബത്തെ ദൈവം തെരഞ്ഞെടുത്തു. നോഹയുടെ കുടുംബത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ കുടുംബത്തിൽ അവിടെ ആമേൻ 12 ഗോത്രം വന്നു. ആ 12 ഗോത്രത്തിൽ നശിച്ചു പോയപ്പോ യഹൂദ ഗോത്രത്തെ ദൈവം തെരഞ്ഞെടുത്തു. യഹൂദ ഗോത്രം തെറ്റിപ്പോയപ്പോ അതിനകത്ത് ദാവീദിനെ തെരഞ്ഞെടുത്തു. ആമേൻ. ദാവീദിന്റെ സന്തതിയായ ശാലോമോൻ തെറ്റിപ്പോയപ്പോ ആ ദാവീദിന്റെ സന്തതിയായിട്ട് ക്രിസ്തുവിനെ ദൈവം കൊണ്ടുവന്നെടുത്തിട്ട് ഇന്ന് തലമുറകൾ പലതും നശിച്ചു പോയപ്പോ നിങ്ങളെയും എന്നെയും ക്രിസ്തുവിൽ ഒരു ശേഷിപ്പായിട്ട് നിർത്തിയിരിക്കുക. നിങ്ങളെയും എന്നെയും ക്രിസ്തുവിൽ ഒരു ശേഷിപ്പായിട്ട് നിർത്തിയിരിക്കുക. Hallelujah. Hallelujah. Renew your mind. Amen. Hallelujah. Pre-Adamic generation, there was no soul. Hallelujah. പക്ഷേ after the Adamic generation only there is soul is moving with man. Hallelujah. അതിനു മുമ്പ് ചിന്തിച്ച് ചെയ്യാനുള്ള പ്രാപ്തിയില്ല. ഇന്ന് പറയട്ടെ, ആമേൻ, നമുക്ക് നമ്മുടെ ജീവിതം ജയിക്കണോ തോക്കണോ എന്ന് ചിന്തിക്കുന്നത് തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. ക്രിസ്തുവിൽ വാഴണോ പിശാചിന്റെ കൂടെ വാഴണോ തീരുമാനം നിങ്ങളുടെയാ. ലോകത്തിന്റെ കൂടെ പോണോ കർത്താവിന്റെ കൂടെ പോണോ തീരുമാനം നിങ്ങളുടെയാ. സോൾ നിങ്ങളുടെ തീരുമാനം. അതുകൊണ്ടാണ് 3 യോഹന്നാൻ 2 പറയുന്നത്, പ്രിയനെ, as your soul prosper you shall prosper. Amen. Beloved, I wish above all things that you have may prosper and be in the health even as thy soul prosper. അപ്പൊ എന്താ? സോൾ, സ്പിരിറ്റ് അല്ല, സോൾ പ്രോസ്പർ. അപ്പൊ നമ്മുടെ സോളിനെ, നമ്മുടെ മൈൻഡിനെ ഒന്ന്
വലുതായിട്ട് ചിന്തിക്കാൻ പറ്റുമോ? മനസ്സുകൊണ്ട് വലുതായിട്ട് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കുന്നിടത്തോളം ലെവലിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നീ തലപൊക്കി കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടൊക്കെ നോക്ക്, നീ കാണുന്ന ഭൂമി ഞാൻ നിനക്ക് തരും. നീ കാണുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽ നമ്മുടെ ദർശനം, നമ്മുടെ കാഴ്ചപ്പാടിനൊന്ന് മാറ്റാൻ പറ്റുമോ? കാഴ്ചപ്പാടിനൊന്ന് മാറ്റാൻ പറ്റുമോ? നമ്മൾ ചെറുതായിട്ട് ചിന്തിക്കണ്ട. ഓ, അവർക്ക് എന്നോട് അസൂയാന്നാ തോന്നുന്നേ, അവർക്ക് എന്നോട് വെറുപ്പാന്നാ തോന്നുന്നേ, അവർക്ക് എന്നോട് പിണക്കമാന്നാ തോന്നുന്നേ. ഇല്ല, അവർ എന്ത് പിണങ്ങിട്ട് പോട്ടെ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് പറ, ഞാൻ മനസ്സിൽ ഒരു വെറുപ്പും സൂക്ഷിക്കത്തില്ല. എൻ്റെ മൈൻഡ് ഫ്രഷ് ആയിട്ട് വയ്ക്കാൻ എനിക്ക് അതൊന്നും ചിന്തിച്ച് എൻ്റെ മനസ്സിനെ പൊല്യൂട്ടഡാക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യാനുള്ളപ്പോൾ ഞാൻ എന്തിനാ മൈൻഡിനകത്ത് ഇത് കയറ്റി എൻ്റെ മനസ്സിനെ ഇളക്കുന്ന എന്തിനാ? ഞാനത് മിണ്ടാൻ എനിക്ക് സമയമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയമില്ല, അത് പറയാൻ എനിക്ക് സമയമില്ല. ആമേൻ. എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ പൂർണ്ണമായി 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 ഉറച്ചു വിശ്വസിക്കുന്നു. തികയ്ക്കും 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 തികയ്ക്കും. എന്ത് അക്കരെ പോകാൻ പറഞ്ഞതാണോ അക്കരെ തന്നെ എത്തും. എത്ര തിരമാല ഇളകിയാലും, എത്ര വെള്ളം കയറി പടകിനെ മുക്കാൻ നോക്കിയാലും അക്കരെ എത്തും, അക്കരെ എത്തും, അക്കരെ എത്തും. ഈ ദീനം മരണത്തിനല്ല എന്ന് പറഞ്ഞതാണോ? മരിച്ചാലും ലാസറേ നീ എഴുന്നേൽക്കും, മരിച്ചാലും നീ എഴുന്നേൽക്കും. പത്രോസേ നിന്നെ പത്രോസ് എന്ന് വിളിച്ചതാണോ? നിന്നെ പത്രോസ് എന്ന് വിളിച്ചാണോ? നീ എത്ര ശീമോന്റെ സ്വഭാവം കാണിച്ചാലും നിന്നെ പത്രോസാക്കും. നിന്നെ ഞാൻ പത്രോസാക്കും. ആടുകളെ മേയ്ക്കാൻ നിന്നോട് പറഞ്ഞതാണ്, നീ അത് ചെയ്യും. മനുഷ്യരെ പിടിക്കുന്നവൻ നിന്നെ ആക്കുമെന്ന് ഞാൻ പറഞ്ഞാണോ? നീ എത്ര പ്രാവശ്യം, 3 അല്ല 300 പ്രാവശ്യം തള്ളി പറഞ്ഞാലും നിന്നെ അവിടെ കൊണ്ട് നിർത്തും. പൗലോസ് പറയുക, ആമേൻ, ഗലാത്യ ലേഖനം 1 പറയുക, എന്റെ അമ്മയുടെ ഗർഭം മുതൽ എന്നെ കണ്ടവൻ. ആമേൻ. ശൗലേ, നീ എത്ര സ്തേഫാനോസിനെ കൊന്നാലും, നീ എത്ര സഭയെ പീഡിപ്പിച്ചാലും, നീ സഭയ്ക്ക് വിരുദ്ധമായി എത്ര എഴുന്നേറ്റാലും, ആമേൻ, നിന്റെ മേൽ നിന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നിന്നെ കണ്ടൊരു ദൈവമുണ്ട്. അത് നിന്നെ കണ്ടതാണെങ്കിൽ നീ എത്ര ദൈവകൽപ്പനയ്ക്ക് വിരോധമായി ചലിച്ചാലും, ദൈവസഭയ്ക്ക് വിരോധമായി നീ ചലിച്ചാലും, നിന്നിൽ ആരംഭിച്ച പ്രവൃത്തി അത് ഞാനാണ് ആരംഭിച്ചതെങ്കിൽ ഞാനതിനെ നിവർത്തിക്കും. 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 റൂബാല ഹാഷ ദരാബാല ഷാദ റഖദലറ റീബന ഹന്ദരി ബിഷേകേലെ റീബന ബാബ. ഹല്ലേലൂയ. ആമേൻ. ഏതെങ്കിലും മേഖലകളിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, വിളിയിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യോസഫിന് കണ്ട സ്വപ്നത്തിന് വിപരീതമായിട്ടായിരുന്നു സാഹചര്യങ്ങൾ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ദർശനമുള്ളവനെ ശത്രുക്കൾ പോലും ദർശനത്തിലേക്ക് തള്ളിവിടും. ദർശനമുള്ള നിന്റെ ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ് പെയിൻഫുൾ എക്സ്പീരിയൻസ് പോലും നിന്നെ ദർശനത്തിലേക്ക് തള്ളിവിടും. ദർശനമുള്ള നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല ദുർഘടങ്ങളും നിന്നെ ദർശനത്തിലേക്ക് തള്ളിവിടും. യോസഫേ, ചേട്ടന്മാര് ചവിട്ടി ഒതുക്കി കുഴിക്കാത്തറിഞ്ഞാലോ, നിന്നെ മിസ്രൈമിൽ കൊണ്ട് വിറ്റ് കളഞ്ഞാലോ, അടിമയായി നീ തീർന്നാലോ, തടവറയിൽ വീണാലോ, അവർ ഒരുമിച്ച് നിന്നെ ദർശനത്തിലേക്ക് തള്ളുക. Amen. They all together push you to your destiny. Amen. Not against your destiny. നിന്റെ ദർശനത്തിന് എതിരല്ല ഇതൊന്നും, നിന്റെ വിളിക്കെതിരല്ല ഇതൊന്നും. ദാവീദേ, ഒരു കുഴപ്പമില്ലാതിരുന്നല്ലേ? ആമേൻ. നീ ഗോലിയാത്തിനെ കല്ലെറിയാൻ പോയിട്ടില്ലേ പ്രശ്നം വന്നത്? ആമേൻ. ശൗല് നിന്നോട് പിണങ്ങിയത്? ദാവീദേ, ആമേൻ, ശൗല് നിന്നെ തല്ലിയാലോ, ആരെല്ലാം നിന്നെ ഓടിച്ചാലോ, നീ ഗുഹകളിൽ പാർത്താലോ, നിന്നെ കുറിച്ചുള്ള ദൂത്, നിന്നെ കുറിച്ചുള്ള ദർശനം
അബ്രഹാമിന്റെ ശരീരം നിർജീവമായപ്പോ കർത്താവ് പ്ലാൻ ബിയിലേക്ക് പോയില്ല, പ്ലാൻ എ തന്നെ നിൽക്കുക. നോ, there is no plan B for God. There is no plan B for God. Always he stick on the plan A alone. നിന്നോട് ഒരു ദൂത് പറഞ്ഞെങ്കിൽ നിന്നെ മാറ്റിയിട്ട് വേറെ ഇത് പ്ലാൻ എ ഇന്ന വ്യക്തി പ്ലാൻ അവൻ ശരിയായില്ലെങ്കിൽ അടുത്തവൻ എടുത്ത അല്ലല്ല, പ്ലാൻ എ തന്നെ നിവർത്തിക്കും. ദൈവം നിന്നോട് പറഞ്ഞതാണെങ്കിൽ അതിനെ നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. Renew your mind. എല്ലാവർക്കും എഴുന്നേൽക്കാം. Hallelujah, 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 hallelujah. ഇന്ന് പകൽ ആത്മാവ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് റിന്യൂ ചെയ്തേ. ബിക്കോസ് soul is very important for Adamic generation. Amen. Soul is very important for Christ generation. Amen. ക്രിസ്തുവിന്റെ തലമുറയ്ക്ക് മനസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മനസ്സ് പൊല്യൂട്ടഡ് ആകരുത്. മനസ്സ് പൊല്യൂട്ടഡ് ആകരുത്. നമ്മുടെ മൈൻഡ് പൊല്യൂട്ടഡ് ആകരുത്. നമ്മുടെ മൈൻഡ് നിരാശ കൊണ്ട് നിറയരുത്. മൈൻഡ് തളർന്നു പോകരുത്. മനസ്സുകൊണ്ട് വെറുപ്പ് വേണ്ട, കയ്പ് വേണ്ട, ഒന്നും വേണ്ടെന്നേ. മൈൻഡ് ഫ്രീ ആക്ക്. അവര് ഞാൻ അങ്ങനെ ചെയ്തില്ലേ അവരെന്തോ വിചാരിക്കും. ആരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ മൈൻഡ് ദൈവത്തോട് ചേർത്ത് കണക്ട് ആകുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരു വെറുപ്പും വേണ്ട, ഒരു കയ്പും വേണ്ട. പൂർണ്ണമായി സറണ്ടർ ചെയ്തേരെ. കർത്താവേ, നിന്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് എന്റെ മനസ്സിനെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുന്നപ്പാ. കർത്താവ്, എന്റെ മനസ്സിലുള്ള എല്ലാ അവിശ്വാസവും, എന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങളും, എന്റെ മനസ്സിനകത്തുള്ള എല്ലാ ഭയങ്ങളും, എന്റെ മനസ്സിനകത്തുള്ള എല്ലാ നിരാശകളും, എന്റെ മനസ്സിനകത്തുള്ള എല്ലാ വെറുപ്പുകളും കയ്പുകളും തെറ്റിദ്ധാരണകളും പ്രൈഡും എല്ലാം എന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവിക സമാധാനം, ദൈവികമായ ഹോളിനെസ് എന്റെ ഹൃദയത്തിൽ വന്ന് വാഴട്ടപ്പാ. കർത്താവേ, വരുന്ന നാളുകളിൽ ഏറ്റവും വലുത് കർത്താവിനോട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. വരുന്ന സീസൺ, വരുന്ന കാലം അത് ഞങ്ങളുടെ സീസണപ്പാ. എന്റെ കാലമാ, എന്റെ എനിക്ക് വേണ്ടി മാത്രം, എനിക്ക് വേണ്ടി മാത്രം എന്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഐ ബിലീവ് ദാറ്റ്. ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് എന്നെ നിറയ്ക്കും. യെസ്, ഹല്ലേലൂയ. യോസഫിന് വേണ്ടി മാത്രം, അബ്രഹാമിന് വേണ്ടി മാത്രം, ദാവീദിന് വേണ്ടി മാത്രം, എസ്തറിന് വേണ്ടി മാത്രം, രൂത്തിന് വേണ്ടി മാത്രം, ഹല്ലേലൂയ, ദാനിയേലിന് വേണ്ടി മാത്രം, മൊർദെഖായിക്ക് വേണ്ടി മാത്രം. ആമേൻ. എന്റെ കർത്താവ് ചിലതൊക്കെ ചരിത്രത്തിൽ ചെയ്തു വെച്ചെങ്കിൽ, മോശയ്ക്ക് വേണ്ടി മാത്രം, യോശുവയ്ക്ക് വേണ്ടി മാത്രം, ഏലിയാവിന് വേണ്ടി മാത്രം, ഏലീശയ്ക്ക് വേണ്ടി മാത്രം ചരിത്രത്തിൽ എന്റെ ദൈവം ചെയ്തു വെച്ചെങ്കിൽ, എനിക്ക് വേണ്ടി മാത്രം, എനിക്ക് വേണ്ടി മാത്രം എന്റെ ദൈവം ചിലതിനെ ചെയ്യും. We believe in the name of Jesus. ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നപ്പാ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.